രാഹുൽ ഗാന്ധിയെ പാർലമെന്റിനുള്ളിൽ പൂട്ടിയിട്ട് തല്ലണമെന്നടക്കം പ്രകോപന പ്രസ്താവന നടത്തിയ ബി.ജെ.പി. എം.എൽ.എക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് പോലീസ്. കർണാടകയിലെ ബി.ജെ.പി. എം.എൽ.എ ഭരത് ഷെട്ടിക്കെതിരെ കാവൂർ പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതായി മംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണർ അനുപം അഗർവാൾ പറഞ്ഞു. മംഗളൂരു സിറ്റി കോർപ്പറേഷനിലെ കോൺഗ്രസ് പ്രവർത്തകൻ കെ അനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി. മംഗലാപുരം നോർത്തിൽ നിന്ന് 2 തവണ എം.എൽ.എ ആയ ഭരത് ഷെട്ടി കഴിഞ്ഞ ദിവസമാണ് പരസ്യമായി രാഹുലിനെ തല്ലുമെന്ന് ഭീഷണി മുഴക്കിയത്. സൂറത്കലിൽ നടന്ന ഒരു സമ്മേളനത്തിലായിരുന്നു കേസിന് ആസ്പദമായ പ്രസ്താവന. രാഹുൽ ഗാന്ധിയെ പാർലമെന്റിനുള്ളിൽ അറസ്റ്റ് ചെയ്ത് തല്ലണമെന്നായിരുന്നു ഭരത് ഷെട്ടിയുടെ പ്രസംഗം. ബി.ജെ.പി. അക്രമവും വിദ്വേഷവും പ്രചരിപ്പിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവായുള്ള തന്റെ കന്നി പ്രസംഗത്തിൽ രാഹുൽ പറഞ്ഞതാണ് എം.എൽ.എയെ പ്രകോപിപ്പിച്ചത്. രാഹുൽ ഗാന്ധിയെ പാർലമെന്റിനുള്ളിൽ പൂട്ടിയിട്ട് തല്ലണം. രാഹുൽ ഗാന്ധി മംഗളൂരു നഗരത്തിൽ വന്നാൽ ഞങ്ങൾ അദ്ദേഹത്തിന് ഇതിനുള്ള സൗകര്യമൊരുക്കും. പാർലമെന്റിൽ ഹിന്ദു ദൈവമായ ശിവന്റെ ചിത്രമാണ് രാഹുൽ ഗാന്ധി കയ്യിൽ പിടിച്ചതെന്നും ശിവൻ തന്റെ 3ാം കണ്ണ് തുറന്നാൽ ചാരമായി മാറുമെന്ന് രാഹുലിന് അറിയില്ലെന്നും എം.എൽ.എ പറഞ്ഞിരുന്നു. രാഹുൽ ഗാന്ധിയെ ഭ്രാന്തൻ എന്ന് വിളിച്ചുകൊണ്ടായിരുന്നു പിന്നീട് നടന്ന പരാമർശങ്ങൾ. ഹിന്ദുവിരുദ്ധ നയമാണ് കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ഒരു ഭ്രാന്തനാണെന്ന് വ്യക്തമാണ്. തങ്ങളെക്കുറിച്ച് എന്തു പറഞ്ഞാലും ഹിന്ദുക്കൾ നിശബ്ദമായി കേൾക്കുമെന്ന് അദ്ദേഹം കരുതുന്നു. പാർലമെന്റിൽ രാഹുൽ ഗാന്ധി കുറച്ചാൽ പ്രാദേശിക നേതാക്കൾ ഇവിടെ വാലാട്ടാൻ തുടങ്ങുമെന്നും ഭരത് ഷെട്ടി പരിഹസിച്ചിരുന്നു. ഹിന്ദുമതത്തെയും സ്ഥാപനങ്ങളെയും സംരക്ഷിക്കേണ്ടത് ബി.ജെ.പിയുടെ കടമയാണെന്നാണ് എം.എൽ.എയുടെ അവകാശവാദം. ഹിന്ദുവും ഹിന്ദുത്വവും വ്യത്യസ്തമാണെന്ന് കോൺഗ്രസ് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഇത്തരം നേതാക്കൾ കാരണം ഹിന്ദുക്കൾക്ക് ഭാവിയിൽ ആപത്ത് നേരിടേണ്ടി വരും. ഹിന്ദുക്കൾക്ക് വീടിന് പുറത്തിറങ്ങാത്ത സാഹചര്യം അവർ സൃഷ്ടിക്കുമെന്നും ഇയാൾ പറഞ്ഞു. രാഹുൽ ഗാന്ധി കേരളം സന്ദർശിക്കുമ്പോൾ മതേതരവാദിയും തമിഴ്നാട്ടിൽ നിരീശ്വരവാദിയും ഗുജറാത്തിൽ വരുമ്പോൾ പരമശിവന്റെ കടുത്ത ഭക്തനായും മാറും. ഇങ്ങനെ പോകുന്നു എം.എൽ.എയുടെ പ്രസംഗം. ഇതിന് പിന്നാലെയാണ് കോൺഗ്രസ് പ്രവർത്തകന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തത്. ഷെട്ടിക്കെതിരെ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരും നേതാക്കളും രൂക്ഷ വിമർശനം തുടരുകയാണ്. പ്രതിപക്ഷ നേതാവിനെ ആക്രമിക്കാൻ ആയുധമെടുക്കുമോ? ഷെട്ടി തീവ്രവാദിയാണോ എന്നായിരുന്നു കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി വർക്കിംഗ് പ്രസിഡന്റ് മഞ്ജുനാഥ് ഭണ്ഡാരിയുടെ ചോദ്യം. ഭരത് ഷെട്ടിക്ക് കോൺഗ്രസ് പാർട്ടിയിലെ ഒരു സാധാരണ പ്രവർത്തകനോട് പോലും നേരിട്ട് സംസാരിക്കാനുള്ള ധൈര്യമില്ലെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാഹുൽ ഗാന്ധിക്കെതിരെ ബി.ജെ.പി. നേതാക്കളുടെയും നിയമസഭാംഗങ്ങളുടെയും പൊട്ടിത്തെറിയുടെ പ്രധാന കാരണം രാഹുലിനെ ബാലക് ബുദ്ധി എന്ന് വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്നും ഈ പദപ്രയോഗം ഒഴിവാക്കണമെന്നും മഞ്ജുനാഥ് ആവശ്യപ്പെട്ടു. കർണാടകയിൽ കോൺഗ്രസ് സർക്കാരിന്റെ സാന്നിധ്യം അംഗീകരിക്കാൻ കഴിയാത്തതിനാലാണ് ബി.ജെ.പി. കലാപത്തിനിങ്ങനെ പദ്ധതി ഇടുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റിലെ പ്രസംഗത്തിനെതിരെ ബി.ജെ.പി. പല സംസ്ഥാനങ്ങളിലും പ്രതിഷേധിക്കുന്നുണ്ട്. ഹിന്ദുക്കളെ അപമാനിച്ചെന്നാരോപിച്ച് രാഹുൽ ഗാന്ധിക്കെതിരെ മഹാരാഷ്ട്രയിലെ ക്ഷേത്രത്തിൽ നടന്ന പ്രതിഷേധം ചർച്ചയായിരുന്നു. രാഹുലിന്റെ പോസ്റ്റർ ക്ഷേത്രത്തിലെ ചവിട്ടുപടിയിൽ പതിച്ചായിരുന്നു പ്രതിഷേധം. ഹിന്ദുക്കളെ അക്രമികളെന്നും ലൈംഗിക പീഡകരെന്നും വിളിക്കാൻ എങ്ങനെ ധൈര്യം വന്നുവെന്നാണ് രാഹുലിന്റെ ചിത്രമടങ്ങിയ പോസ്റ്ററിൽ മറാഠി ഭാഷയിൽ അച്ചടിച്ചിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവായുള്ള കന്നി പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി ബി.ജെ.പിയുടെ വിദ്വേഷ രാഷ്ട്രീയം ഉയർത്തി ആഞ്ഞടിച്ചതാണ് ഇതിനെല്ലാം കാരണം. ഹിന്ദുക്കളെന്ന് സ്വയം പറഞ്ഞു നടക്കുന്നവർ അക്രമവും ഹിംസയും വിദ്വേഷവുമാണ് പ്രചരിപ്പിക്കുന്നതെന്നായിരുന്നു ബി.ജെ.പി. ഉന്നമിട്ട് രാഹുലിന്റെ ആക്ഷേപം. ബി.ജെ.പിയും ആർ.എസ്.എസും മോദിയുമല്ല ഹിന്ദു സമൂഹമെന്നും വിദ്വേഷം പ്രചരിപ്പിക്കുന്നവർ ഹിന്ദുക്കളല്ലെന്നും രാഹുൽ വിമർശിച്ചിരുന്നു. രാഹുലിന്റെ ഈ പരാമർശങ്ങളെല്ലാം പിന്നീട് സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തു.